നമസ്കാരം. മലയാള സംഗീത ലോകം ഗാനഗന്ധർവനായി വാഴ്ത്തുന്ന ഗായകനാണ് കെ.ജെ. യേശുദാസ്. ചെറിയ പ്രായം മുതൽ സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ സമ്മാനിച്ച യേശുദാസ് ആദ്യമായി പിന്നണി ഗായക രംഗത്ത് 60 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന ശബ്ദം. ഏതു പ്രായത്തിലുള്ളവരെയും പിടിച്ചിരുത്തുന്ന ഗാനഗന്ധർവന്റെ ശബ്ദത്തെ സ്നേഹിക്കാത്ത മലയാളികളില്ല. യേശുദാസിന്റെ കരിയറിലെ ഒരു പിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ മിക്ക ഗാനങ്ങളും ഇന്ന് അനശ്വരമായി നിലനിൽക്കുന്നു. പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു. പകരം വെക്കാനാകാത്ത വികാരം, അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റുകൂട്ടുന്നത്. വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ. തലമുറകളെ തന്റെ ആരാധകരാക്കി ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ.ജെ. യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും. സംഗീത ലോകം ബഹുമാന്യ സ്ഥാനം നൽകുന്ന ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസ് ഇപ്പോൾ കരിയറിൽ സജീവമല്ല. ഒരു കാലത്ത് കെ.ജെ. യേശുദാസ് അടക്കി ഭരിച്ചതാണ് മലയാള സിനിമാ പിന്നണി ഗാനരംഗം. ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ചുള്ള ഒരു സംഭവം ഓർത്തെടുത്ത് ഇപ്പോൾ സംസാരിക്കുകയാണ് ഗാനരചയിതാവായ എം.ഡി. രാജേന്ദ്രൻ. കൂടം തേടി എന്ന സിനിമയിലെ വാചാലം എൻ മൗനവും എന്ന ഗാനം പാടിയപ്പോഴുള്ള അനുഭവമാണ് ഇദ്ദേഹം ഓർത്തെടുത്തത്. യേശുദാസിനെ തന്നെ തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ പാട്ട് യേശുദാസ് പാടിയത്. മകൻ വിജയ് യേശുദാസിനോട് അന്ന് യേശുദാസ് ദേഷ്യപ്പെട്ടെന്ന് എം.ഡി. രാജേന്ദ്രൻ പറയുന്നു. പുള്ളി പാടാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. പാട്ട് കേട്ട് കഴിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരുത്തനെ പുള്ളി വിളിച്ചു. ദാസേട്ടൻ പഠിച്ച ആ പാട്ട് കുട്ടിയെ പാടി കേൾപ്പിച്ചു. മോനെ, നീ ഒന്ന് പാട് എന്ന് പറഞ്ഞു. വാചാലം എൻ മൗനവും നിൻ മൗനവും. മോൻ പാട് എന്ന് ദാസേട്ടൻ. മോൻ മടിച്ചു. വിജയ് എന്ന മകനാണത്. അവൻ പാടാതെ മടിച്ചു നിന്നു. സ്റ്റുഡിയോയ്ക്ക് അകത്താണിത്. പാട് എന്ന് വീണ്ടും ദാസേട്ടൻ. അദ്ദേഹത്തിന്റെ മൂഡ് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് ദേഷ്യം വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ഞാൻ ജെറി അമൽദേവിനോട് പറഞ്ഞു. ദേഷ്യം വന്ന് പാട് എന്ന് ദാസേട്ടൻ ഫീൽ ചെയ്ത് പറഞ്ഞു. ആജ്ഞയാണ്. അങ്ങനെ ആജ്ഞയിച്ചു. അവസാനം വിജയ് പേടിച്ചു പാടി. മതി എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് വിട്ടു. ദാസേട്ടൻ ആകെ അസ്വസ്ഥനായി. ആകെ പ്രശ്നം. പുള്ളിയും പുറത്തേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് പുള്ളി തിരിച്ചു വന്നു. പതിവില്ലാതെ സോറി പറഞ്ഞു. ജെറി, ഐ ആം സോറി. അവൻ പാടാതിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭൂതകാലം ഓർത്തു. വളരെ ചെറുപ്പത്തിലാണ് എന്നെ എൻ്റെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചത്. അന്ന് നിഷ്ഠയോടെ കൂടി എൻ്റെ അപ്പൻ പറയുന്ന പാട്ട് ഞാൻ അതുപോലെ പാടിയത് കൊണ്ടാണ് ഇവർക്കൊക്കെ വലിയ ബംഗ്ലാവും സുഖസൗകര്യങ്ങളും ഉണ്ടായത്. എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നിഷ്കർഷിച്ചാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മോൻ വിജയ് അത് ചെയ്തില്ലല്ലോ എന്നതിൽ എനിക്ക് വലിയ വിഷമം തോന്നിയെന്ന് ദാസേട്ടൻ പറഞ്ഞു. കുറച്ചു നേരം പുള്ളി ഒരു സാധാരണ പിതാവായി മാറി. ഒരച്ഛൻ്റെ ദുഃഖം ഞങ്ങൾ കണ്ടു. പക്ഷെ കാലം തെളിയിച്ചു അദ്ദേഹം ദുഃഖിക്കേണ്ടി വന്നില്ല. വാചാലം നിൻ മൗനവും എന്ന ഇതേ പാട്ട് യേശുദാസിനോളം വളർന്ന മകൻ ഗൾഫിൽ ഒരു പരിപാടിയിൽ പാടുന്നു. മോഹൻലാലാണ് ഈ പാട്ടിൽ അഭിനയിച്ചത്. ആ മോഹൻലാലിന്റെ ഷോയിലാണ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയത്. വിധിയുടെ കളി ആലോചിച്ച് നോക്കൂ. മകൻ പാട്ടുകാരനാകണമെന്നും സംഗീതത്തെ സ്നേഹിക്കണമെന്നും ദാസേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അച്ഛന്റെ പാട്ട് മകൻ പാടുന്നു. ഇതിലൊരു പരം ധന്യത എന്തുണ്ടെന്നും എം.ഡി. രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം തന്നെ പണ്ട് കാലത്ത് വന്ന വലിയ വിമർശനം യേശുദാസ് കാരണം പുതിയ ഗായകർക്ക് അവസരം ലഭിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു. പലരും ഇക്കാര്യങ്ങൾ പലപ്പോഴുമായി സംസാരിച്ചിട്ടുമുണ്ട്. യേശുദാസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ മിക്ക സംഗീത സംവിധായകരുടെയും ആദ്യ ചോയ്സ് എന്ന് പറയുന്നത്. യേശുദാസിന്റെ തിരക്കാണെങ്കിൽ മാത്രം മറ്റു ഗായകരിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിലെ ഗാനങ്ങളുടെ എല്ലാം ശബ്ദം യേശുദാസിൻ്റെതാകുന്ന സാഹചര്യവും ഉണ്ടായി. മറ്റുള്ളവരുടെ അവസരങ്ങൾ യേശുദാസ് ഇല്ലാതാക്കുന്നു എന്ന വിമർശനം പലപ്പോഴും വന്നിട്ടുണ്ട്. എന്നാൽ ഈ വാദത്തിന് വിപരീതമാണ് 1981 പുറത്തിറങ്ങിയ വേനൽ എന്ന സിനിമയിൽ സംഭവിച്ചത്. ലെനിൻ രാജേന്ദ്രനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. നടൻ നെടുമുടി വേണു ഈ സിനിമയിൽ അയ്യപ്പ മണിക്കരുടെ ഒരു കവിത ആലപിച്ചിട്ടുണ്ട്. ഈ കവിത യേശുദാസ് ആലപിക്കണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം. ഇതേക്കുറിച്ച് ഒരിക്കൽ ലെനിൻ രാജേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിന് ട്യൂൺ ചെയ്യരുത്, പശ്ചാത്തല സംഗീതം ഇടയിൽ കയറി അലോസരം സൃഷ്ടിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് വേണു തെറ്റില്ലാത്ത വിധം കവിത ചൊല്ലുന്ന ആളുമാണ്. അങ്ങനെ വേണുവിനെ കൊണ്ട് പാടിച്ചു. നിർമ്മാതാക്കൾക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു. ഈ കവിത യേശുദാസിന്റെ ശബ്ദത്തിലായാൽ എന്ത് മനോഹരമായിരിക്കുമെന്നായിരുന്നു അവർക്ക്. ജന്മത്തിൽ എന്ത് പണിയെടുത്താലും ചെയ്തു വെച്ചതിൽ മുകളിൽ മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല തിട്ടമുണ്ടായിരുന്നു. ചിത്രം വിതരണക്കാർ കണ്ട 8 പേരും പറഞ്ഞത് ഇത് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കണമെന്നാണ്. ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ ഇത് പ്രൊജക്റ്റ് ചെയ്തു. ദാസേട്ടൻ വന്ന് കണ്ടു. ഇത് മാറ്റേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ പാടിയാൽ ഇത്ര നന്നാകുകയില്ലെന്ന് പറഞ്ഞു. സിനിമയുടെ സവിശേഷത വേണു പാടി എന്നതാണ്. ലിപ് പിടിച്ച് പാടുക എന്നത് യേശുദാസിന്റെ തിരക്കിനിടയിൽ നടക്കുന്ന കാര്യമല്ലെന്നും ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം ഗാനഗന്ധർവൻ എന്ന് ഏവരും ആദരവോടെ വിളിക്കുന്ന ഗായകൻ. എന്നാൽ വ്യക്തി എന്ന നിലയിൽ യേശുദാസ് പലതവണ വിമർശനം നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ദേശീയക്കാരനായ യേശുദാസിനെ സഹപ്രവർത്തകരിൽ പലരും ഇഷ്ടപ്പെടുന്നുമില്ല. ഇതേക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശും അടുത്തിടെ സംസാരിച്ചിരുന്നു. പാട്ട് കേൾക്കാനേ കൊള്ളൂ. വ്യക്തി എന്ന നിലയ്ക്ക് പാസ് മാർക്ക് പോലും ചിലപ്പോൾ ദാസേട്ടന് കൊടുക്കാൻ കഴിയില്ലെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. തനിക്ക് അറിയാവുന്ന ഒരു സംഭവം ഇദ്ദേഹം പങ്കുവച്ചു. ദക്ഷിണാമൂർത്തിയെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. മനോഹരമായ അർത്ഥശാസ്ത്രീയ സംഗീതത്തിലുള്ള എത്ര പാട്ടുകളാണ് നമുക്ക് തന്നത്. യേശുദാസിന്റെ അച്ഛനായ അഗസ്റ്റിൻ ജോസഫിനെയും യേശുദാസിനെയും വിജയ് യേശുദാസിനെയും പാടിപ്പിച്ച ഒരേ ഒരു സംഗീതജ്ഞനേ ഉള്ളൂ. അത് ദക്ഷിണാമൂർത്തി സാറാണ്.
അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ മിഴികൾ സാക്ഷിയിൽ പാടാൻ യേശുദാസ് വന്നു. സ്വാമി പാട്ട് പറഞ്ഞു കൊടുത്തു. പാടാൻ ക്യാബിനിൽ കയറിയ യേശുദാസ് മൈക്കിലൂടെ ആവശ്യമില്ലാത്തവർ പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. എന്തിനാണ് അവർ പുറത്തു പോകുന്നതെന്നായി സ്വാമി. ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും സഹസംവിധായകനും ഒക്കെയാണിവർ. അവരിവിടെ ഇരിക്കട്ടെ, ദാസപ്പൻ പാട് എന്ന് ഓർഡർ ഇടും പോലെ ദക്ഷിണാമൂർത്തി സാർ പറഞ്ഞു. സ്വാമിയല്ലേ കക്ഷി. യേശുദാസ് മിണ്ടിയില്ല. മൈക്ക് തിരിച്ചു വെച്ച് തിരിഞ്ഞു നിന്ന് പാടി. ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? ദക്ഷിണാമൂർത്തി സ്വാമിയെ ഓർത്തെങ്കിലും മര്യാദയ്ക്ക് നിന്ന് പാടേണ്ടതായിരുന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞു. പാടിയതിന്റെ കാശ് 50,000 ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അതും വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി. രാത്രി വൈകി മദ്രാസിൽ നിന്നും വിളിച്ചു. എനിക്ക് തന്ന 50,000 രൂപ കാറിലോ എയർപോർട്ടിലോ വിസ്മയ സ്റ്റുഡിയോയിലോ വെച്ച് എനിക്ക് തന്ന 50,000 രൂപ വീണ് പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ എന്നാണ് ദാസേട്ടൻ മദ്രാസിൽ നിന്ന് വിളിച്ച് ചോദിച്ചത്. എവിടെ കിട്ടാൻ? കിട്ടിയാൽ കൊടുക്കുമോ? പ്രത്യേകിച്ച് യേശുദാസിന്റെ ആയതുകൊണ്ട് ആരും കൊടുക്കില്ല. ഇതറിഞ്ഞ് ദക്ഷിണാമൂർത്തി സാർ പറഞ്ഞത് ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്റെ ഏറ്റുമാനൂരപ്പ എന്നാണെന്നും ശാന്തിയുള്ള ദിനേശ് ഓർത്തു.